കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് ഒട്ടും യാദൃച്ഛികമല്ല കേട്ടോ. ദൈവത്തിൻ്റെ ഒരു മഹാപദ്ധതിയാണ്. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, പുറമേ നമ്മൾ ചിരിക്കുമ്പോഴും ഉള്ളിലിങ്ങനെ ഭയം ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ, ഇനി എന്താകും എൻ്റെ കാര്യങ്ങൾ, ഈ മാസം ഞാൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകും, എൻ്റെ രോഗം മാറുമോ, എൻ്റെ മക്കളുടെ ഭാവി എന്താകും, ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ, ഇങ്ങനെ പുറത്തു പറയാത്തതും എന്നാൽ ഉള്ളിൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുന്നതുമായ ചോദ്യങ്ങളുടെ മുമ്പിൽ വളരെ വിചിത്രമായൊരു ശക്തി വ്യാപരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് നമ്മൾ ഭയം എന്ന് വിളിക്കുന്നത്. അത് നാളെ സംഭവിക്കാത്ത കാര്യങ്ങൾ പോലും ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ മുൻകൂർ നമ്മളെ അനുഭവിക്കാൻ അത് പ്രേരിപ്പിക്കും. ഒരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങളും സംഭവിക്കുമെന്ന് പറഞ്ഞ് അത് നമ്മളെ വല്ലാത്ത ആശങ്കകളിൽ കൊണ്ടുവന്ന് ഞെരുക്കാൻ നോക്കും. അതേ തുടർന്ന് ശരീരം ക്ഷീണിക്കും, ഉറക്കം അത് കവർന്നെടുക്കും, പ്രാർത്ഥന മൗനമായി പോകും, നമ്മുടെ വിശ്വാസം ദുർബലമാകും. എന്നാൽ ഇന്ന് ഭയത്തിനെതിരെ സംസാരിക്കുന്ന ഒരു മനുഷ്യനെ അല്ല ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഭയത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു പ്രവാചകനെ അല്ല, ഒരു ദൈവദൂതനെയുമല്ല. പകരം സകല സൃഷ്ടികളുടെയും കർത്താവും നിങ്ങളുടെ ആത്മാവിൻ്റെ ഇടയനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വാക്കാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ളത്. ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നൊരു വാക്ക്, അത് ബൈബിളിൻ്റെ ഹൃദയവാക്കുകളിൽ ഒന്നാണ്. നിങ്ങളോടുള്ള ദൈവിക വികാരങ്ങളുടെ മുഴുവൻ വെളിപ്പാടും അതിനകത്ത് വിവരിക്കാൻ കഴിയും. ആ വചനം ഇതാണ്: ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ തിരുവെഴുത്തിലാണ് നമ്മൾ ഈ വചനം കാണുന്നത്. ഇതൊരു ആശ്വാസവാക്യമായിട്ട് വായിക്കുമ്പോഴേ തോന്നും, പക്ഷേ ഇത് കേവലം ഒരു ആശ്വാസമല്ല കേട്ടോ. സ്വർഗത്തിൽ നിന്നുള്ളതായ ഒരു ശക്തിയുടെ പ്രഖ്യാപനമാണ്. ഈ ഒരു ഒറ്റ വാക്യത്തിൽ ഭയത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ മറുപടിയുണ്ട്. അപ്പോൾ തന്നെ ആ വചനത്തിനകത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്താണെന്നുള്ളത് പരിശുദ്ധാത്മാവ് വിവരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവി എന്താണെന്നുള്ളതിൻ്റെ വെളിപ്പാട് അതിനകത്തുണ്ട്. കർത്താവ് നമുക്ക് നൽകുന്ന ഏത് ജീവ സാഹചര്യത്തിൻ്റെ നടുവിലെയും അതിശക്തമായിരിക്കുന്ന സുരക്ഷ അതിനകത്തുണ്ട്. എല്ലാറ്റിലും ഉപരി നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ സ്നേഹനിധിയായ പിതാവിൻ്റെ സ്നേഹ ഹൃദയവും ഈ വചനത്തിലുണ്ട്. ഇന്ന് നമ്മൾ ഈ വചനത്തിൻ്റെ ഉള്ളിലേക്കാണ് പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ, ഈ വചനം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പെട്ട സാഹചര്യങ്ങളെ ഒന്നും മനസ്സിലാക്കാതെ ഇത് വായിച്ച് ചിന്തിക്കാൻ പോയാൽ ഒന്നും പിടികിട്ടുകയില്ല. നമ്മൾ പലപ്പോഴും വചനം മാത്രം വായിക്കും, പക്ഷേ വചനം പറയപ്പെട്ട എഴുതപ്പെട്ട ആ സാഹചര്യം എന്താണെന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ സാഹചര്യം കൂടെ ചിന്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ ശക്തിയെ നമുക്ക് ഇരട്ടിയായിട്ട് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ യേശു ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയാണ്. പുരുഷാരത്തിൻ്റെ നടുവിൽ യേശു നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവിൻ്റെ സാമീപ്യം തേടി വന്നിട്ടുണ്ട്. എല്ലാവരുടെ മുമ്പിൽ ഓരോരോ ആവശ്യങ്ങളുമുണ്ട്. ചിലർക്കൊക്കെ രോഗം മാറണം, ചിലരുടെയൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ആർക്കൊക്കെയോ കുടുംബ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഒരു ഭൂരിപക്ഷം ആൾക്കാരുടെ ജീവിതത്തിലും അവരുടെ രാഷ്ട്രീയ പ്രതീക്ഷകൾ വേറൊരു നിലയിൽ നിൽക്കുന്നു. ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പ്രത്യേകം വിളിച്ച് ഒരു കാര്യം അവരെ പഠിപ്പിക്കുകയാണ്. യേശു അവരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത്. നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആഹാരം, അല്ലെങ്കിൽ എനിക്ക് ആഹാരം കിട്ടുമോ എന്നുള്ള നിലയിൽ, വിശക്കുമ്പോൾ എനിക്ക് അന്നം കിട്ടുമോ എന്നുള്ള നിലയിൽ ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത്. ധരിക്കുവാൻ വസ്ത്രം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ പോലും നിങ്ങൾക്ക് ഉത്കണ്ഠകൾ വേണ്ട. നിങ്ങളുടെ നാളെയെക്കുറിച്ച് ഒരു കാരണവശാലും നിങ്ങൾ ആകുലതയിൽ അകപ്പെട്ടു പോകരുത്. ഈ കാര്യങ്ങളെല്ലാം കർത്താവ് സവിസ്തരമായി പറഞ്ഞതിന് ശേഷം ഈ അത്ഭുത വചനം യേശു അവർ മുമ്പിൽ തുറക്കുകയാണ്: ഭയപ്പെടേണ്ട. അതായത് യേശു ആദ്യം പ്രശ്നത്തെ എടുത്തു കളഞ്ഞില്ല, ആദ്യം ഭയത്തെയാണ് കർത്താവ് തൊടുന്നത്. കാരണം നമ്മുടെ പ്രശ്നത്തെക്കാൾ അപകടകാരി നമ്മുടെ ഉള്ളിൽ ഉടലെടുത്തു വരുന്ന പേടിയാണ്. എന്താണ് പേടി എന്ന് പറയുന്നത്? ഭയം എന്താണ്? ഇതുവരെ സംഭവിക്കാത്ത ഒരു ഭാവിയെ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയാണത്. ഇതുവരെ സംഭവിക്കാത്തൊരു പ്രശ്നം നിലവിൽ ഇപ്പോൾ തന്നെ, അതായത് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതോ ഇല്ലാത്തതോ ആയ ഒരു കാര്യം സംഭവിച്ചു പോകുമോ എന്നുള്ള നിലയിലുള്ള ഒരു കടുത്ത ആശങ്കയാണത്. ഇന്നലെ എന്നെ കാണാൻ ഒരു സഹോദരൻ വന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ അദ്ദേഹം തൻ്റെ കുടുംബത്തിലെ കടന്നുപോയ
പൂർവികരായിരിക്കുന്ന കുറച്ചു പേരുടെ ചിത്രങ്ങൾ സ്വപ്നമായി കണ്ടു. എന്നാൽ ഈ സ്വപ്നത്തിനപ്പുറത്ത് തൻ്റെ ഹൃദയത്തിലേക്ക് വല്ലാത്തൊരു മരണഭീതി വല്ലാതെ കയറി വന്നു. തുടർന്ന് ശരീരത്തിൻ്റെ ബലം താണുപോയി. താൻ വല്ലാത്ത കുറേ ആത്മീക യുദ്ധങ്ങൾക്കകത്ത് നട്ടം തിരിഞ്ഞു. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വേളയിൽ ഒരു വിടുതൽ തനിക്ക് ഉണ്ടായേ മതിയാകുകയുള്ളൂ എന്നുള്ള ഒരു വല്ലാത്ത ആശങ്കയിൽ അദ്ദേഹം അകപ്പെട്ടു പോയി. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി ദൈവവചനം ആ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് തനിക്ക് പുറത്തു വരുവാൻ കർത്താവ് തന്നെ സഹായിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടു. ഭയം ഇപ്പോൾ ഇല്ലാത്തൊരു വിഷയം നിനക്ക് വരുമെന്നുള്ള നിലയിലുള്ള ഒരു തെറ്റിദ്ധാരണയുടെ റീലാണ്. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണത്. ആ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ആകസ്മികമായ ഒരു പ്രതിസന്ധിയെ നമ്മുടെ മുമ്പിൽ മനസ്സെടുത്ത് കാണിക്കുന്നു. ചില മനുഷ്യരുടെ മുഖം കാണിക്കുന്നു, ചില ഇൻസിഡൻസ് വരുമെന്ന് കാണിക്കുന്നു. അതൊന്നും വന്നിട്ടില്ല, അതൊന്നും അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ ഭാവനയെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ ഇമാജിനേഷൻ പവറിനെ നമുക്കെതിരെ തിരിക്കുന്ന ഒരു തന്ത്രപ്രധാനമായ കളി. ഈ ഭയത്തെയാണ് യേശു നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുന്നത്. ദൈവം നമുക്ക് ഇന്നത്തെ ഈ ദിവസം തന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു കാരണവശാലും നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ഒരു ഭയം ഇന്നത്തെ ദിവസം നിങ്ങൾ വലിച്ചു ചുമന്നുകൊണ്ട് നടക്കരുത്. നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ വെറുതെ പാഴാക്കരുത്. നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇന്നൊരു ഭയത്തിൻ്റെ ചുമ്മാട് കെട്ടി നിങ്ങൾ അതിനെ ചുമന്നുകൊണ്ട് നടക്കരുത്. യേശു പറയുന്നത് നാളേക്കായി വ്യാകുലപ്പെടരുതെന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ വചനം യേശു പറഞ്ഞത് റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്താണ്. അന്ന് യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകളില്ല, അവർക്കാർക്കും ഇൻഷുറൻസുകളില്ല, അവർക്കാർക്കും സാമ്പത്തിക സുരക്ഷിതത്വമില്ല, അവർക്കാർക്കും രാഷ്ട്രീയ സംരക്ഷണം പോലുമില്ല. കാരണം അവർ റോമൻ കോളനിയുടെ കീഴിലാണ്, റോമൻ കോളനിയാണ്. അവർക്ക് തങ്ങളുടെ മീതെ അധികാരികളായി നിൽക്കുന്ന റോമാക്കാരുടെ ചൂഷണങ്ങളുടെ കീഴിൽ ഏത് നിമിഷവും തലയറക്കപ്പെടാവുന്ന ഒരു വേദനയുടെ നടുവിലാണ് അവർ ജീവിക്കുന്നത്. നാളെ ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർ ജീവിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞില്ല നിങ്ങളുടെ ഭയം സ്വാഭാവികമാണെന്ന്. യേശു പറഞ്ഞു ഭയപ്പെടേണ്ട. എന്തുകൊണ്ട്? കാരണം വിശ്വാസം എന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല. പ്രശ്നങ്ങളുണ്ടായിട്ടും എല്ലാ കാര്യങ്ങളും എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ നിയന്ത്രണത്തിലാണെന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. ആമേൻ. ഭയപ്പെടേണ്ട. ഈ രണ്ട് വാക്കുകൾ വളരെ ചെറിയതാണെന്ന് തോന്നും, പക്ഷേ മുഴുവൻ സുവിശേഷത്തിൻ്റെ ശബ്ദമാണത്. വിശുദ്ധ ബൈബിൾ കരങ്ങളിലെടുത്ത് ഇത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ തുറന്നു വായിക്കുമ്പോൾ ദൈവം അനേക മനുഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്, ഇസഹാക്കിനോട് പറഞ്ഞിട്ടുണ്ട്, യാക്കോബിനോട് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട. യോശുവയോട് പറഞ്ഞിട്ടുണ്ട്, മറിയയോട് പറഞ്ഞിട്ടുണ്ട്, ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട, പൗലോസിനോട് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട, വെളിപ്പാടിൽ യോഹന്നാനോട് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട. ബൈബിളിന്റെ തുടക്കം മുതൽ അവസാനത്തോളം ദൈവം ഒരേ ശബ്ദം തന്നെ ആവർത്തിക്കുന്നു, ഭയപ്പെടേണ്ട. കാരണം ഭയം വിശ്വാസത്തിന്റെ വിപരീതമല്ല. ഭയം വിശ്വാസത്തെ സംസാരിക്കാൻ അനുവദിക്കാത്തൊരു ശബ്ദമാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു വലിയ ആത്മീക സത്യം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിനക്ക് പ്രശ്നങ്ങൾ വരില്ല എന്ന്. പക്ഷേ അവിടുന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? ഏത് പ്രശ്നത്തിലും ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം പ്രശ്നങ്ങളെക്കാൾ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി ആ വാക്ക് ആവർത്തിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അഭിമുഖീകരിക്കുന്ന എത്ര വലിയ പ്രശ്നത്തെക്കാളും വലിയ യാഥാർത്ഥ്യമാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ ഏറ്റവും വലിയ ഭയം എന്താണ്? സാമ്പത്തിക വിഷയങ്ങളാണോ? രോഗങ്ങളെക്കുറിച്ചാണോ? നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലാണോ? നിങ്ങൾക്ക് നേരിടുന്ന പരാജയമാണോ? മരണഭീതിയാണോ? നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ഏത് ഭയത്തെയാണ് പിടിച്ചു വച്ചിരിക്കുന്നത്? അതൊരിക്കലും ഒളിപ്പിച്ചു വെക്കരുത്. ഇന്ന് രാവിലെ ദൈവപിതാവിൻ്റെ മുമ്പിൽ അതിനെടുത്തു വെക്കുക. കാരണം ഭയം മറച്ചു വെച്ചാൽ അത് കൂടുതൽ ശക്തമാകും, ദൈവത്തിന് സമർപ്പിച്ചാൽ അത് ദുർബലമാകും. ഞാൻ ഒരിക്കൽ കൂടെ അത് ആവർത്തിക്കട്ടെ. ഭയത്തെ മറച്ചു വെച്ചാൽ, ഒളിപ്പിച്ചു വെച്ചാൽ അത് കൂടുതൽ ശക്തമാകും. എന്നാൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അതിനെ സമർപ്പിച്ചാൽ അത് ദുർബലമാകാൻ തുടങ്ങും. ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സമയത്തോളം ഒരു ഐസ് കട്ട പവർഫുൾ ആണ്, എന്നാൽ അതിനെടുത്ത് വെയിലത്ത് വെക്കും തോറും അത് ഉരുകുവാൻ തുടങ്ങും. ഇത് തന്നെയാണ് ഒരു ഭയത്തെ നാം ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ അവിടെയും സംഭവിക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്നിടത്തോളം കാലം അത് പവർഫുൾ ആണ്, എന്നാൽ അത് ദൈവസന്നിധിയിൽ എത്തുമ്പോൾ അത് ഉരുകുവാൻ തുടങ്ങും. ഇവിടെ ഒരു വലിയ വെളിപ്പാടുണ്ട്. യേശു പറഞ്ഞില്ല നിന്റെ വിശ്വാസം വലുതാകുമ്പോൾ നീ ഭയപ്പെടേണ്ട എന്ന്. അല്ല, അവിടുന്ന് ആദ്യമേ തന്നെ പറഞ്ഞു, നിന്റെ വിശ്വാസം വളരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞേക്കാണ് ഭയപ്പെടേണ്ട. പിന്നെയാണ് യേശു കാരണം പറഞ്ഞത്. അതായത് നമ്മുടെ ധൈര്യത്തിന്റെ അടിസ്ഥാനം നമ്മുടെ വിശ്വാസത്തിന്റെ വലിപ്പമല്ല, പിന്നെയോ നമ്മുടെ പിതാവിന്റെ വിശ്വസ്തതയാണ്. ഞാൻ ഒരിക്കൽ കൂടെ അത് ആവർത്തിക്കട്ടെ. നമ്മുടെ ധൈര്യത്തിന്റെ അടിസ്ഥാനം നമ്മുടെ വിശ്വാസം
വിശ്വാസത്തിൻ്റെ വലിപ്പമല്ല, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവപിതാവിൻ്റെ വിശ്വസ്തതയാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ വളരെ ശക്തമായി പറയട്ടെ, നിങ്ങളിപ്പോൾ കാണുന്ന, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തെ വിശ്വാസത്തിൻ്റെ വലിപ്പമല്ല നിങ്ങളുടെ വിടുതലിൻ്റെ കാരണം. നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ വലിപ്പമല്ല ദൈവപ്രവൃത്തികളുടെ അടിസ്ഥാനം. പകരം നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അതിന് നിതാന്തമായിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ വർഷങ്ങളായി ആരോടും പറയാത്തൊരു ഭയം നിങ്ങളുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാകാം. പക്ഷേ യേശു ആ ഭയത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഹല്ലേലൂയ നിങ്ങളോട് പറയുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ, ചെറിയ ആട്ടിൻകൂട്ടമേ. കർത്താവ് വിളിക്കുകയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു വിശ്വാസികളെ എന്ന് വിളിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ എന്ന് വിളിക്കാഞ്ഞത്? എന്തുകൊണ്ട് കർത്താവ് മനഃപൂർവ്വം ആട്ടിൻകൂട്ടമേ എന്ന് വിളിച്ചു? ഭയപ്പെടേണ്ട എന്ന് ചെറിയ ആട്ടിൻകൂട്ടത്തോട് എന്തുകൊണ്ട് യേശു പറഞ്ഞു? എൻ്റെ ശിഷ്യന്മാർ പേടിക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെ മക്കൾ പേടിക്കേണ്ട, എൻ്റെ വിശ്വാസ സമൂഹം പേടിക്കേണ്ട, എൻ്റെ സഭ പേടിക്കേണ്ട, ഇതൊന്നുമല്ല യേശു പറഞ്ഞത്. കർത്താവ് അതിന് തിരഞ്ഞെടുത്ത വാക്ക് ചെറിയ ആട്ടിൻകൂട്ടം എന്ന വാക്കാണ്. ഈ വചനത്തിനകത്തൊരു വലിയ കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതൊരു വിളിപ്പേര് മാത്രമല്ല, ഇതൊരു നമ്മുടെ ആത്മീക തിരിച്ചറിയലാണ്. ബൈബിളിൽ ആടുകൾ എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു? ബൈബിളിൽ ദൈവം തൻ്റെ ജനത്തെ പല പല പേരുകളിൽ വിളിച്ചിട്ടുണ്ട്. മക്കളെന്ന് വിളിച്ചിട്ടുണ്ട്, വിശുദ്ധന്മാരെന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നും രാജകീയ പുരോഹിത വർഗമെന്നും സ്വന്തം ജനമെന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ എത്തുമ്പോൾ യേശു പറയുന്നത് നിങ്ങൾ എൻ്റെ ആടുകളാണെന്നാണ്. എന്തുകൊണ്ട്? കാരണം ആടിൻ്റെ ജീവിതം മുഴുവൻ ഇടയനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ആടിന് വഴിയറിയില്ല, ആടിന് അപകടം മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയില്ല, ആടിന് സ്വയം സുരക്ഷിതമാകാൻ കഴിയില്ല. അതുകൊണ്ടൊരു ആടിൻ്റെ ശക്തി അതിൻ്റെ ശരീരത്തിലല്ല, അതിൻ്റെ ഇടയനിലാണ്. അതാണ് യേശു നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ലോകം പറയുന്നത് സ്വയം വിശ്വസിക്കൂ, നീ ശക്തനാണെന്നാണ്, നിനക്ക് ആരെയും വേണ്ടെന്നാണ് ലോകം പറയുന്നത്. പക്ഷെ സുവിശേഷം മറ്റൊന്നാണ് പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ യേശു കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രം സ്വയം പര്യാപ്തതയല്ല, അത് ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ ക്രിസ്തുവിലുള്ളതായ പര്യാപ്തത കണ്ടെത്തലാണ് ആത്മീക ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നാം സ്വയം പ്രാപ്തരെന്നല്ല, നമ്മളുടെ മേൽ വാഴുന്ന പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. ഏത് കാര്യത്തിലും കർത്താവിനെ ആശ്രയിക്കുക എന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ വിജയ രഹസ്യം എന്ന് പറയുന്നത്. യേശു ഇവിടെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് ആട്ടിൻകൂട്ടമേ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം കൂടെ യേശു പറയുന്നുണ്ട്, ചെറിയത്, ചെറിയത്. ഇത് യേശു മനഃപൂർവ്വം പറഞ്ഞതാണ്, ചെറിയ ആട്ടിൻകൂട്ടം. ഇത് എണ്ണത്തിൻ്റെ കുറവ് മാത്രമല്ല, ലോകത്തിൻ്റെ കണ്ണിൽ വില കുറഞ്ഞവരാണെന്ന് തോന്നിക്കുന്നവരെയാണ് യേശു വിളിക്കുന്നത്. ആമേൻ. അധികാരമില്ലാത്തവർ, സമ്പത്തില്ലാത്തവർ, രാഷ്ട്രീയ ശക്തിയില്ലാത്തവർ, സാമൂഹിക സ്വാധീനമില്ലാത്തവർ. എന്നാൽ സ്വർഗം അവരെ നോക്കുമ്പോൾ അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശം പിടിക്കാൻ വന്നേക്കുന്നവരായി തന്നെയാണ് സ്വർഗം അവരെ കാണുന്നത്. ഇന്ന് രാവിലെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ചെറുതായി പോയേക്കാം. മറ്റുള്ളവരുടെ വാക്കിൻ്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ കാര്യപ്രാപ്തിയുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ കഴിവുകളുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മികവുകളുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ എല്ലാവിധമായ താൻ പ്രമാണിത്വങ്ങളുടെ മുൻപിലും നിങ്ങൾ വളരെ ചെറിയവരായി പോയെന്നുള്ളതായ വേദന നിങ്ങൾക്കുണ്ടായേക്കാം. പക്ഷെ ആ ചെറിയവരോടാണ് യേശുനാഥൻ പറയുന്നത്, എൻ്റെ ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പിതാവിൻ്റെ സർവസമ്പന്നമാകുന്ന ശക്തിപൂർണമായ മഹാരാജ്യം പിതാവ് നിങ്ങൾക്ക് തരുവാനാണ് താല്പര്യപ്പെടുന്നത്, പ്രസാദിച്ചിരിക്കുന്നത്. ദൈവം എപ്പോഴും ചെറിയതിൽ പ്രവർത്തിക്കുന്നു. പ്രവാചക ശിഷ്യന്റെ വീട്ടിലെ ആ ചെറിയ എണ്ണക്കുപ്പിക്കകത്തുനിന്ന് വലിയ വർധനവുണ്ടായതുപോലെ ആ മരുഭൂമിയിലെ ആ ചെറുബാലകന്റെ കയ്യിലെ 5 അപ്പത്തിൽ നിന്ന് 2 മീനിൽ നിന്നും വലിയ വർധനവുണ്ടായതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ സാഹചര്യങ്ങൾക്കകത്തു നിന്നും വലിയ ദൈവിക വിടുതലുകളുടെ വർധനവിന്റെ പുതിയ അധ്യായങ്ങൾ ഇന്ന് രാവിലെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. ഇത് ബൈബിളിന്റെ വലിയൊരു മാതൃകയാണ്. ഹല്ലേലൂയ. അബ്രഹാം ഒരു മനുഷ്യനായിരുന്നു, എന്നാൽ അവനിലൂടെ ഒരു ജാതി വന്നു. ഗിദെയോൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഭീരുവായിരുന്ന ഒരു മനുഷ്യനായി നമ്മൾ അദ്ദേഹത്തെ ബൈബിളിൽ കാണുന്നുണ്ട്. പക്ഷേ 10,000-കണക്കിന് ആൾക്കാരെ തൻ്റെ കരങ്ങൾ കൊണ്ട് നേരെയാക്കാൻ, ആ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ 300 പേരെ മാത്രം ദൈവം ഗിദെയോന്റെ കൂടെ ഒരു സൈന്യമാക്കി നിർത്തി. ദാവീദ് കേവലം ഒരു ചെറിയ ബാലകനായിരുന്നു, വീട്ടിലെ ഏറ്റവും ചെറിയവൻ, എന്നാൽ അവൻ രാജാവായി. യേശു ജനിച്ച ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലം യഹൂദയിലെ ഏറ്റവും ചെറിയ പട്ടണമായിരുന്നു, എന്നാൽ അവിടെ നിന്നാണ് മിശിഹ വന്നത്. 12 ശിഷ്യന്മാർ, ലോകം അവരെ എണ്ണിയില്ല, എന്നാൽ അവർ ലോകത്തെ മാറ്റിമറിച്ചു. ലോകം അവരെ വലുതായി കണ്ടില്ല, പക്ഷേ വലിയവനായ കർത്താവ് അവരെ വലുതായി കണ്ടു. ദൈവം വലുതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് മുമ്പ് ചെറിയതിനെ തിരഞ്ഞെടുക്കുന്നു. ചെറിയതിലൂടെ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു തെറ്റുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു, എൻ്റെ സഭ ചെറുതാണ്, എൻ്റെ ശുശ്രൂഷ ചെറുതാണ്, എൻ്റെ വരുമാനം കുറവാണ്, എൻ്റെ കഴിവ് ഇത്ര പോരാ, എന്നെ ആരും അറിയുന്നില്ല. ദൈവം ചോദിക്കുന്നു,
നീ ചെറിയവനാണോ? നീ ചെറിയവനാണോ? പറയൂ. ആണെയെങ്കിൽ ഞാൻ അന്വേഷിച്ചത് നിന്നെ തന്നെയാണ്. കാരണം സ്വന്തം മഹത്വത്തിൽ നിറഞ്ഞ പാത്രത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നിറയുകയില്ല. ദൈവ പൈതലെ, നീ ഈ വാക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളതായ സ്വയമഹിമ നിറഞ്ഞ പാത്രത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഒരിക്കലും തമ്പുരാന് പകരാൻ കഴിയുകയില്ല. ഞാൻ പോരാ, എന്നിൽ കുറവുകളുണ്ട്, എന്നിൽ വേണ്ടതൊന്നുമില്ല എന്ന് പറയുന്ന ആ മൺപാത്രങ്ങളിൽ ദൈവത്തിന് തന്നെ മഹത്വം പകരുവാൻ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ആടുകളുടെ പ്രത്യേകമായൊരു സ്വഭാവം, ഒരാട് ഒരു ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയും. യേശു പറഞ്ഞില്ലേ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെന്ന്. ശ്രദ്ധിക്കൂ ദൈവ പൈതലേ, ആടിൻ്റെ സുരക്ഷ അതിൻ്റെ കണ്ണിലല്ല, അതിൻ്റെ ചെവിയിലാണ്. അതിൻ്റെ ചെവിയിൽ അത് ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു, അത് പിന്തുടരുന്നു. ഇന്നും നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷ വാർത്തകളിലല്ല, സാമ്പത്തിക വിപണികളിലല്ല, രാഷ്ട്രീയത്തിലല്ല, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിലാണ്. ഹല്ലേലൂയ. ഒരാട്ടിൻകൂട്ടം ഒരുമിച്ച് നടക്കുന്നു. യേശു ആട് എന്ന് പറഞ്ഞില്ല, ആട്ടിൻകൂട്ടം എന്നാണ് പറഞ്ഞത്. ഇത് സഭയുടെ ചിത്രമാണ്. ഒറ്റപ്പെട്ട ക്രിസ്ത്യാനി ബൈബിളിൻ്റെ മാതൃകയല്ല. ഒരു വിശ്വാസി മറ്റു വിശ്വാസികളുടെ ഒപ്പം നടക്കണം. നിങ്ങൾ കൂട്ടായ്മകളിൽ വരണം, ദൈവകൃപ അനുഭവിക്കണം, പ്രാർത്ഥിക്കണം, പരസ്പരം ഭാരങ്ങൾ ചുമക്കണം. ആത്മീക ജീവിതം ഒറ്റയ്ക്ക് ഓടുന്നൊരു മത്സരമല്ല, അതൊരുമിച്ച് നടക്കുന്നൊരു യാത്രയാണ്. ഇതിലെ ഏറ്റവും വലിയൊരു സത്യമെന്ന് പറയുന്നത്, ആടുകൾക്ക് നാളെ എവിടെ പുല്ല് കിട്ടണമെന്നറിയില്ല, എവിടെ നാളെ വെള്ളം കിട്ടുമെന്നറിയില്ല. എന്നാൽ ആടുകളെ നയിക്കുന്ന ഇടയനറിയാം എവിടെയാണ് എൻ്റെ ആടുകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്നത്, എൻ്റെ ആടുകൾ എവിടെയാണ് വിശ്രമിക്കേണ്ടത്. ഇതാണ് വിശ്വാസം. എനിക്കെല്ലാം അറിയണമെന്നില്ല, എൻ്റെ നാളെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് കിട്ടണമെന്നില്ല. പക്ഷേ എന്നെ നയിക്കുന്ന എൻ്റെ കർത്താവിനെല്ലാം അറിയാമെന്നുള്ള വിശ്വാസമാണ് ഇന്ന് രാവിലെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ യേശുവിനെല്ലാം അറിയാം, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്, എൻ്റെ നാഥൻ എൻ്റെ കൂടെയുണ്ട്. ഈ ധൈര്യവും ബോധ്യവുമാണ് മുൻപോട്ടേക്കുള്ളതായ നമ്മുടെ പ്രയാണത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. സങ്കീർത്തനം 23 ഇവിടെ നമുക്ക് ആവർത്തിച്ച് വായിക്കാൻ കഴിയും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദാവീദ് പറഞ്ഞില്ല എനിക്ക് പ്രശ്നമുണ്ടാകില്ല എന്ന്, എനിക്ക് കുറവുണ്ടാകുകയില്ല എന്ന് അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു? ഇടയൻ കൂടെയുണ്ടെന്നുള്ളതിനാലാണ്. ലൂക്കോസ് 12-ാം അധ്യായത്തിലും അത് തന്നെയാണ് യേശു പറയുന്നത്, ഭയപ്പെടേണ്ട, കാരണം നീ ഒറ്റയ്ക്കല്ല നടക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാട് അത് ഇടയൻ്റെ അടുത്ത് നിന്ന് അകന്നു പോകുമ്പോഴാണ് ഏറ്റവും വലിയ അപകടം. ചെന്നായി ആദ്യം ആക്രമിക്കുന്നത് കൂട്ടത്തിൽ നിന്ന് വേർപെട്ട ആടിനെയാണ്. അതുപോലെ സാത്താൻ ആദ്യം ആക്രമിക്കുന്നത് ക്രിസ്തുവിൽ നിന്നും അകന്നു പോകുന്ന വിശ്വാസിയാണ്. അതിനാൽ ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷ യേശു ക്രിസ്തുവിനോട് അടുത്തായിരിക്കുക എന്നതാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നു, നീ ഇപ്പോൾ എന്തിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്? നിൻ്റെ ബാങ്ക് ബാലൻസിനെയാണോ? നിൻ്റെ ബന്ധങ്ങളെയാണോ? നിൻ്റെ എക്സ്പീരിയൻസുകളെയാണോ? നിൻ്റെ എഡ്യൂക്കേഷനെയാണോ? അതോ നിൻ്റെ ഇടയനായ യേശുവിനെ ആശ്രയിച്ചാണോ നീ നിൽക്കുന്നത്? കാരണം നീ ആശ്രയിക്കുന്നത് തന്നെയാണ് നിൻ്റെ സമാധാനത്തിൻ്റെ ഉറവിടം. ജീവിതത്തിൽ വേണ്ടതൊന്നുമില്ലാത്തപ്പോഴും, മുൻപോട്ട് നോക്കുമ്പോൾ ഒന്നും കാണാത്തപ്പോഴും, എവിടെ നിന്നോ ഒരു ധൈര്യം നിന്നെ തൊടുന്നുണ്ടെങ്കിൽ നീ നയിക്കപ്പെടുന്നത് യേശു എന്ന നല്ല ഇടയനാൽ തന്നെ എന്നതാണ് അതിൻ്റെ കാരണം. ഈ നിമിഷം യേശു നിങ്ങളെ വിളിക്കുന്നത് പരാജയപ്പെട്ടവനെ എന്നല്ല, ദുർബലനെ എന്നല്ല, പ്രശ്നക്കാരനെ എന്നല്ല. അവിടുന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് എൻ്റെ ചെറിയ ആട്ടിൻകൂട്ടമേ എന്നുള്ളതാണ്. ആ വിളിയിലൊരു സുരക്ഷയുണ്ട്. ആ കർത്താവിൻ്റെ വാക്കിൽ നാം സ്വന്തമാക്കപ്പെട്ടവർ എന്നുള്ളതായ നമുക്ക് ദൈവഭാഗത്തു നിന്ന് കിട്ടുന്ന ബഹുമാനമുണ്ട്. ആ വിളിയിൽ സ്നേഹനിധിയായൊരു ഇടയൻ്റെ സ്നേഹമുണ്ട്. ആമേൻ. പക്ഷേ ഇപ്പോൾ യേശു അതിലും വലിയൊരു സത്യമാണ് വെളിപ്പെടുത്തുന്നത്. അവിടുന്ന് പറയുന്നത്, നിങ്ങളുടെ പിതാവ് ഇടയൻ മാത്രമല്ല, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അപ്പനും കൂടെയാണ്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ദൈവിക ആലോചന കേൾക്കുമ്പോൾ ഒരുപാട് ഭാരങ്ങൾ മാറിപ്പോവുകയാണ്. ജീവിക്കുവാനുള്ളതായ ധൈര്യം നഷ്ടപ്പെട്ട 10,000-കണക്കിന് ഹൃദയങ്ങളുടെ അകത്തേക്ക് ഈ ദൈവവചനത്തിൻ്റെ മാറ്റുരയ്ക്കപ്പെടുന്ന സന്ദേശം ഒരു മഴ പോലെ പെയ്തു നിറയുകയാണ്. ഹൃദയത്തിൻ്റെ എല്ലാവിധമായ ദാഹങ്ങളെയും തീർത്തുകൊണ്ട് ഈ ദൂതിനകത്ത് സമാധാനം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഇന്ന് രാവിലെ വിളമ്പുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണേലും ഈ നിമിഷം എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. വലിയ ദൈവിക സമാധാനം വെളിപ്പെടാൻ പോകുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്നേഹനദിയായ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ വാത്സല്യനിധിയായ പ്രിയപ്പെട്ട പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയെ അടുത്തു വരുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞ ഈ ഇമ്പമുള്ള വാക്കുകളുടെ നടുവിൽ ഞങ്ങളുടെ ജീവിതം ധൈര്യവും സമാധാനവും പ്രാപിക്കുന്നു. വചനത്തിൻ്റെ സാക്ഷാൽ ലഹരിക്കകത്ത്, ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ദൂതിൻ്റെ അന്തസത്തയ്ക്കകത്ത് ഞങ്ങളുടെ ആത്മാവിന് ലഭിച്ച നനവിനായി, സമാധാനത്തിനായി സ്തോത്രം.
ഞങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി നിൽക്കുന്നതിനേക്കാൾ യേശുവിനെ മാർവിൽ ചാരി അല്പനേരം വിശ്രമിക്കാൻ ഇന്ന് രാവിലെ ഞങ്ങൾ തയ്യാറാകുന്നു. ഇവിടെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സ്വാന്തനവും സ്വസ്ഥതയും വിശ്രാമവും എൻ്റെ ദൈവം ഒരുക്കിയിരിക്കുകയാൽ സ്തോത്രം. അങ്ങയുടെ മക്കൾ ഇന്ന് രാവിലെ സ്വയം നടക്കുന്നില്ല, അങ്ങ് അവരെ നടത്തും. ഇവർ സ്വയം പോയി കണ്ടെത്തുന്നില്ല, അങ്ങ് ഇവർക്ക് വേണ്ടി എത്തേണ്ടതിനെ മേച്ചിൽ പുറത്തെ കാണിച്ചു കൊടുക്കും. സമാധാനമരുളും. പുതിയ ജീവിതത്തിൻ്റെ അവസരങ്ങൾ ഇവർക്ക് നൽകും. കൃപ ഇവരെ പൊതിഞ്ഞു സൂക്ഷിക്കും. യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹീതമായ ഈ ദൈവാലോചനയുടെ ഈ ധന്യമായ വാക്കുകളുടെ മുമ്പിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ഈ ദൈവികാലോചനയിൽ വചനത്തോട് 100% ആത്മാർത്ഥത പുലർത്തി തന്നെ അതിൽ തന്നെ നിന്നാണ് നിങ്ങളോട് സംസാരിച്ചത്. ഒന്നെനിക്ക് മനസ്സിലാകുന്നു, വലിയ ദൈവിക വിടുതലുകൾ നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ യേശു എന്ന നല്ല ഇടയൻ്റെ സ്നേഹം ഇന്ന് രാവിലെ നിങ്ങൾ ആവോളം അനുഭവിക്കും. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഈ വചനത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കണം. കാരണം ഇത് ചിന്തിക്കാതെ വിടാൻ പറ്റുന്ന കാര്യമല്ല. ഈ 2 വാക്ക്